നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് റിസ്ക് എലിമിനേറ്റർ. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി ഞാൻ 500-ലധികം കുടുംബങ്ങളെ അവരുടെ റിട്ടയർമെന്റ് ലൈഫിൽ ഹാപ്പിയായിട്ട് ജീവിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകുന്നു. എൻ്റെ ഈ എക്സ്പീരിയൻസിലൂടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുന്നവർക്കുണ്ടാവുന്ന 5 പ്രധാന ഭയങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഭയങ്ങൾ സർവ്വസാധാരണമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് പരിഹാരം കാണാനും സാധിക്കും. നിങ്ങൾ തനിച്ചല്ല. ഭൂരിഭാഗം ആളുകളും ഈ ഭയത്തോടെ ജീവിക്കുന്നവരുമാണ്. ഞാൻ ഇവിടെ പറയാം, നിങ്ങൾക്ക് ഈ ഭയങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഇത് എത്രത്തോളം സാധാരണമാണ്, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ ഭയം ഇൻഫ്ലേഷൻ എന്നതാണ്. അതൊരു സൈലന്റ് കില്ലറാണെന്ന് തന്നെ പറയാം. നിങ്ങൾ വിരമിക്കലൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയം കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങും. 2010 ഒരു കപ്പ് ചായക്ക് 5 രൂപ കൊടുത്തയിടത്ത് 2020 10 രൂപയായിരിക്കുന്നു. നിങ്ങളുടെ വിരമിക്കൽ കാലത്ത് 10-15 വർഷത്തിന് ശേഷം ഒരു കപ്പ് ചായക്ക് മിനിമം 20-25 രൂപ കൊടുക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ അത് സ്ഥിരമാണ്. പക്ഷേ ഇതുപോലെയുള്ള സാധനങ്ങളുടെ വിലകൾ അത് കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കൂടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിൽ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിന് ലിമിറ്റുണ്ട്. നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നത് അതിന്റെ ഇരട്ടിയോളമാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. കേരളത്തിലെ ഇൻഫ്ലേഷൻ കണക്ക് നോക്കിയാൽ ഏകദേശം 5-6% വരെയാണ് വരുന്നത്. നിങ്ങൾ റിട്ടയർഡ് ആയതിനു ശേഷം 25-30 വർഷം ജീവിച്ചിരുന്നേക്കാം. ഈ കാലയളവിൽ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ 80% തിന്നു തീർക്കും. ഇതിന്റെ പരിഹാരം എന്നത് നമ്മളുടെ റിട്ടയർമെന്റ് പ്ലാനിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ ഇൻഫ്ലേഷനെ കണക്കാക്കിക്കൊണ്ട് സ്ഥിരമായ ഗ്യാരണ്ടീഡ് ആയ ഇൻകം നമ്മൾ നോക്കണം. ഒപ്പം ഇൻഫ്ലേഷൻ ബാധിക്കാത്ത രീതിയിലുള്ള PF പോലെയുള്ള ഗ്യാരണ്ടീഡ് ഇൻകം നമ്മൾ നോക്കണം. രണ്ടാമത്തെ ഭയം ഹെൽത്ത് എക്സ്പെൻസ് ആണ്. നമ്മൾ പ്രായമാകും തോറും ഏതെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വന്നേക്കാം. നമ്മളുടെ പോക്കറ്റിൽ നിന്നും പൈസ കൊടുത്തു മെഡിക്കൽ ബില്ലുകൾ അടയ്ക്കേണ്ട ഗതികേടിലേക്ക് പലരും പോയേക്കാം. കേരളത്തിൽ പൊതുവെ ഹെൽത്ത് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. ഒരു കാർഡിയാക്ക് ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ പോലും മിനിമം ഒരു 50,000 രൂപയെങ്കിലും വേണം. രാജീവിന്റെ കഥ പറയാം. അദ്ദേഹം 60 വയസ്സിൽ റിട്ടയർഡ് ആയി. 40,000 രൂപ പെൻഷനുണ്ട്. പക്ഷെ 63-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു കാർഡിയാക്ക് അറസ്റ്റ് പോലെ വന്നു. അദ്ദേഹം ഹോസ്പിറ്റലായി പല ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടത്തി. അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അതുവരെയുള്ള സമ്പാദ്യത്തിൽ നിന്നും അദ്ദേഹത്തിന് ഉള്ള തുക മുഴുവൻ കൊടുക്കേണ്ടി വന്നു. ഓരോ ടെസ്റ്റിനും 50,000-ന് മേലെ വന്നു. ട്രീറ്റ്മെന്റിന് തന്നെ ലക്ഷങ്ങൾ വേണ്ടി വരുന്നു. അദ്ദേഹം ആകെ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം തന്നെ ഹോസ്പിറ്റൽ ബില്ലായിട്ട് കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ. ഈ മെഡിക്കൽ എക്സ്പെൻസിനെ ഓവർകം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യത്തിന് എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക. പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നടത്താൻ ഒരു എമർജൻസി ഫണ്ടും നമ്മൾ കീപ്പ് ചെയ്യും. കൂടാതെ ചില സാമൂഹ്യ സേവന പദ്ധതികൾ അതുപോലെയുള്ള കാര്യങ്ങളും കിട്ടുമെങ്കിൽ അതും എടുത്തു വയ്ക്കുക. മൂന്നാമത്തെ ഭയം ഫാമിലി പ്രൊട്ടക്ഷൻ. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളുടെ കുടുംബത്തിന്റെ ഭാവി അത് എങ്ങനെ നടക്കും എന്നുള്ളത് പല ആളുകളെയും റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തിക്കുമ്പോൾ ഭയപ്പെടുത്തുന്നതും ഇതാണ്. നാളെ ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ മാരേജ്, ലൈഫ് പാർട്ട്ണറിന്റെ ബാക്കിയുള്ള ജീവിതം, പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പെൻസ്, ഇതെല്ലാം എങ്ങനെ നടക്കും? സ്ഥിരമായ ഒരു ഗ്യാരണ്ടീഡ് ഇൻകം അത് നമ്മൾ കണ്ടെത്തിയേ മതിയാവും. ഇൻ കേസ് നമ്മളില്ലെങ്കിലും പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മളുടെ കുടുംബത്തിന് ഒരു തുക ലഭിക്കുക, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇൻകം എല്ലാ മാസവും കൃത്യമായി കിട്ടുക. നാലാമത്തെ ഭയം എന്റെ പണം അത് എനിക്ക് മതിയാകുമോ? ബാങ്ക് ഡിപ്പോസിറ്റ് അത് എനിക്ക് മതിയാകുമോ എന്നുള്ളത്. പല ആളുകളും സേവിങ്സ് എന്ന രീതിയിൽ ബാങ്ക് ഡിപ്പോസിറ്റുകളാണ് ചെയ്യുന്നത്. ഒരു ബാങ്ക് ഡിപ്പോസിറ്റിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പണം ഒരിടത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ കരുതാൻ കഴിയൂ.
കാരണം ബാങ്ക് ഇൻട്രസ്റ്റുകൾ ഓരോ 3 വർഷം കൂടുന്തോറും വളരെയധികം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒരു 2, 3, 4 വർഷം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റ് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ വന്നാൽ നമ്മൾ ഇട്ടുവച്ചിരിക്കുന്ന പണത്തിന് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ മതി ആ പണം മുഴുവൻ തീർന്നു പോകാൻ. പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക് ഉള്ള പണം മുഴുവൻ FD ഇട്ട് വയ്ക്കുക എന്നുള്ളത്. അത് എത്ര നാളത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കും? അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാറേയില്ല. പക്ഷേ ഒരു മെഡിക്കൽ ബില്ല് മതി ഇതെല്ലാം അപ്പാടെ തകർത്ത് കളയും. ബാങ്ക് ഡെപ്പോസിറ്റ് വേണ്ട എന്നാൽ ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ കുറച്ച് കാശ് നമുക്ക് FD വയ്ക്കാം. പക്ഷേ മുഴുവൻ അങ്ങനെ ചെയ്യരുത്. ഇതിനൊരു പരിഹാരം ബാക്കിയുള്ള തുക കുറച്ചൊരു FD വച്ചിട്ട് ബാക്കിയുള്ള തുക അതിനെ വളരുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. 5ാമത്തെ ഭയം ഒരുപാട് കാലം ജീവിക്കേണ്ടി വന്നാലും. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ശാസ്ത്രമൊക്കെ വളർന്നിരിക്കുന്ന ഈ സമയത്ത് ആളുകളുടെ ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്ക് കൊടുത്തുവിടാതെ പല യന്ത്രങ്ങളും വെച്ച് തന്നെ ജീവൻ പിടിച്ചു നിർത്തുന്ന അവസ്ഥ. ലോങ്ങവിറ്റി റിസ്ക്. ഇന്ന് ആളുകൾ 80, 90, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു. പക്ഷെ അത് ചിലപ്പോൾ ആരോഗ്യത്തോടെ ആയിരിക്കണം എന്നില്ല, ജീവനുണ്ട് എന്ന് മാത്രം. അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയിൽ പോലും നമ്മളുടെ ചെലവുകൾ അവിടെ ഉണ്ടാവുമല്ലേ? ഒരു ഹോം നേഴ്സിനെ വെച്ച് ചികിത്സിക്കേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട ഒരവസ്ഥ വന്നാൽ പോലും എത്ര തുക അവർക്ക് കൊടുക്കേണ്ടി വരും? ഇതിനെല്ലാം നമ്മൾ കണക്കാക്കിയിരിക്കണ്ടേ? ഈ ലോങ്ങവിറ്റി നമ്മൾ മുൻകൂട്ടി കാണുക തന്നെ വേണം. അതിനുള്ള എക്സ്പെൻസ്, അത്രയും കാലത്തെ നമ്മുടെ ജീവിത ചെലവുകൾ, ഇതെങ്ങനെ നടക്കും? അതിനു വേണ്ടത് നമ്മൾ നേരത്തെ കരുതി വച്ചേ മതിയാകും. അതിനാണ് ലൈഫ് ടൈം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം ഒക്കെ നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചെലവുകൾ മാത്രമല്ല, ഒരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ ഇതുപോലെ ഹോം കെയറിംഗ് പോലെയുള്ള കാര്യങ്ങളും കിട്ടുന്ന രീതിയിലുള്ളത് നോക്കിയെടുത്താൽ അതും നമുക്ക് ഉപകാരപ്പെടും. ഈ 5 ഭയങ്ങളും സർവ്വസാധാരണമാണ്. പക്ഷേ ഇതിന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നേരിട്ടാൽ നമുക്കിതൊന്നും ഒരു ഭയമല്ലാതെ ഇരിക്കും. ഈ ഭയങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നതാവരുത്. പകരം ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പ്ലാനിംഗ് നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. ഈ ഭയങ്ങളിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്? താഴെ കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറയാം.